ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്നൊരു സിമ്പിൾ ആൻഡ് അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ കറി റെസിപ്പിയായിട്ട് വന്നിരിക്കുന്നത്. താളും ചെമ്മീൻ ഉപയോഗിച്ച് ഞങ്ങളൊരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോവുകയാണേ. ആദ്യം തന്നെ താള് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക. ഇത് നന്നായി കുനുകുന അരിഞ്ഞെടുക്കണം. നല്ല ചെറുതാക്കി എല്ലാ താളും അരിഞ്ഞെടുക്കണം. അതിനുശേഷം ഒരു മുറി തേങ്ങ ചിരവിയെടുത്ത് അത് മിക്സിയിലിട്ട് അരിച്ചെടുക്കണം. തേങ്ങയും രണ്ട് വലിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് ജീരകം കൊണ്ട് ചേർത്ത് നന്നായി പേസ്റ്റ് രീതിയിൽ ആ തേങ്ങ അങ്ങ് അരിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമ്മളൊരു ചട്ടി വയ്ക്കുക. ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ തുടങ്ങാൻ പോകുന്നത്. നമ്മളിനി ഈ എണ്ണയിലേക്ക് നല്ല രീതിയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയുമായിട്ട് തേച്ച് വെച്ച ചെമ്മീൻ അങ്ങ് ഇട്ട് കൊടുക്കുക. ചെമ്മീൻ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഷാലോ ഫ്രൈ ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് മാറ്റി വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നാലേ നന്നായിട്ട് നമുക്ക് ഉപ്പ് ഈ ചെമ്മീനിൽ പിടിക്കുകയുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ കുറച്ച് മുളക് പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല രീതിയിലാക്കേണ്ട, ചെറിയ രീതിയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീനിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന താളിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിനകത്തേക്ക് നമ്മളിനി പുളി പിഴിഞ്ഞ് വെച്ച വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങയുടെ കൂട്ടും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ കൂട്ട് നന്നായിട്ടിട്ട് ഇത് നല്ലപോലെ ഇളക്കി തിളപ്പിക്കാനായിട്ട് അടച്ച് വെക്കുക. തിളച്ച ശേഷം നമ്മൾ ഇത് തുറന്ന് നോക്കുമ്പോൾ വെള്ളം ഏകദേശം ചെറുതായിട്ടൊക്കെ വറ്റിയിട്ടുണ്ടാകും. ഇതാണ് നമ്മുടെ കറിയുടെ പരിവം. നമ്മളുടെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള താള് ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി വേറൊരു ചട്ടി വയ്ക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. നമുക്ക് കറി താളിക്കാനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഈ മൂപ്പിച്ച് വെച്ച ഉള്ളി ഈ കറിയുടെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.